എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നല്ലൊരു ഫിഷ് മോളി തയ്യാറാക്കുന്നതാണ്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആവോലിയാണ്. ചെറുദിനത്തിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന കള്ളപ്പത്തിന്റെയും പാലപ്പത്തിന്റെയും ബ്രെഡിന്റെ ഒപ്പൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. ആർക്കും വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ പാർട്ടി സ്പെഷ്യൽ മീൻകറിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് കാറ്ററിംഗ് യൂണിറ്റ് ഒക്കെ തുടങ്ങിയിട്ടുള്ള എൻ്റെ കൂട്ടുകാർക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ചൊക്കെ തയ്യാറാക്കി കൊടുക്കാനും സാധിക്കുന്നതാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറെ ലൈക്കൽ തരം മാർക്കൽ എട്ടോ കൂട്ടുകാരെ. നോക്കാം എങ്ങനെയാണ് നല്ലൊരു ഫിഷ് മോളി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോ കണ്ടു നോക്കാം. ഇനി നമുക്ക് ഫിഷ് മോളി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ആവോലിയാണ് എടുത്തിട്ടുള്ളത്. ആവോലി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഇതിന്റെ മേലെയായിട്ട് കുറച്ച് വരകൾ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവോലി കൊണ്ട് മാത്രമല്ല കേട്ടോ, ദശക്കട്ടിയുള്ള ഏത് മീൻ വെച്ചിട്ടും ഇതുപോലൊരു മോലി തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു മീനിലേക്ക് ഒരു മാരിനേഷൻ ചെയ്തെടുക്കാം. ആദ്യമേ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി വേണ്ടത് അരമുറി നാളികേരവും കൂടെ പിഴിഞ്ഞൊഴിക്കണം. നമ്മളിന്ന് ഫിഷ് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കറി തയ്യാറാക്കി എടുക്കാനും പോകുന്നത്. നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് മീനിന്റെ മേലെയായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. മീനിന്റെ രണ്ട് ഭാഗത്തേക്കും മഞ്ഞൾപ്പൊടിയും ഉപ്പും നാരങ്ങാ നീരും ചേർത്ത് ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മീനിലേക്ക് മസാലകളൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ടാണ് കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളത്. കുരുമുളക് പൊടി കൂടി ചേർത്ത് ഒന്ന് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്ത് കൂടി എടുക്കാം. ഞാൻ ഈ മീനൊന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ച് കൊടുക്കുന്നില്ല. മസാല പുരട്ടി ഉടൻ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കാനും പോകുന്നത്. ഇതിനായിട്ട് ചൂടായ പാനിലേക്ക് നമ്മൾ മീനിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കറി തയ്യാറാക്കാനും വേണ്ടിയിട്ട് നമുക്ക് മീൻ അധികം ഒന്നും മുരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. രണ്ട് ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാകും. മീൻ മുരിഞ്ഞു പോയാൽ നമ്മൾ തയ്യാറാക്കുന്ന കറിക്ക് ഒരു തരി പോലും സ്വാദും ഉണ്ടാവില്ല. അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മീനൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. മീനിലേക്ക് മസാല പുരട്ടി കൊടുക്കുമ്പോൾ അധികം ഒന്നും മസാല ഇല്ലാതെ വേണം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ടും. അല്ലെങ്കിൽ മസാലകളൊക്കെ മുരിഞ്ഞ് നമ്മൾ കറി തയ്യാറാക്കുമ്പോൾ ആ ഒരു കറിക്ക് ഒരു കയ്പ്പ് രസം കൂടെ കിട്ടുന്നതാണ്. മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മീൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ മീൻ മാറ്റി വയ്ക്കാം. അങ്ങനെ മീൻ മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. വീണ്ടും അതേ പാൻ തന്നെയാണ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതേ എണ്ണയിലേക്ക് ഒരു ചെറിയ തക്കാളി വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് മുരിയിച്ചെടുക്കുവാണ്. തക്കാളി 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയാൽ മാത്രം മതിയാകും. അധികം ഒന്നും മുരിയിച്ചെടുക്കാതെ തന്നെ വേണം നമുക്ക് ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടും. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൈവശം ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കവും ഇതുപോലെ ഒന്ന് വട്ടത്തിൽ വാട്ടിയെടുക്കാവുന്നതാണ്. തക്കാളി 1 മിനിറ്റ് നേരം വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫിഷ് മോളി തയ്യാറാക്കാനുള്ള മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. മോളി തയ്യാറാക്കി എടുക്കാനായിട്ട് നെയ്യോ വെളിച്ചെണ്ണയോ ആണ് എടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ 3 ചെറിയ കഷ്ണം കറുവപ്പട്ടയും 5 ഏലക്കയും 3 കറയാമ്പൂവും ഒരു ചെറിയ കച്ചോലവും കൂടി ചേർത്തിട്ടുണ്ട്. മസാലകൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 10 കാഷ്യൂസ് കൂടെ ചേർക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 25 ഗ്രാം അളവില് റൈസിൻസ് കൂടെ ചേർക്കണം. റൈസിൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് മുരിയിച്ചു കൂടെ എടുക്കാം. കാഷ്യൂസും റൈസിൻസും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കണം. ഇതിന്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന്റെ കളറൊന്നും നഷ്ടപ്പെടാതെ വേണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാനായിട്ടും. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സവാള ഇതുപോലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉലുവപ്പൊടി കൂടെ ചേർക്കണം. നിങ്ങളുടെ കൈവശം ഉലുവപ്പൊടി ഇല്ലെങ്കിൽ മസാലകൾ മൂപ്പിച്ച സമയത്ത് ഒരു നുള്ളു ഉലുവ ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ 3 പച്ചമുളക് കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. വഴറ്റുന്ന ചേരുവകളൊക്കെ ഒരു തരി പോലും കളറൊന്നും നഷ്ടപ്പെടാതെ വേണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഇതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചതച്ച കുരുമുളക് കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. നമ്മൾ ഈ കറിയിലേക്ക് മുളക് പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മൾ ചേർത്തിട്ടില്ല പച്ചമുളകിന്റെയും കുരുമുളകിന്റെയും ആ ഒരു എരിവ് മാത്രമാണ് നമ്മുടെ ഫിഷ് മോളിക്ക് ഉണ്ടാവുക. കുരുമുളക് പൊടിയും ഒന്ന് വഴണ്ട് വന്നാൽ പിന്നെ നമുക്കിതിലേക്ക്
ഇതിലേക്ക് ഒരു 15 കാഷ്യൂസ് ഒന്ന് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കൈവശം കാഷ്യൂ ഇല്ലെങ്കിൽ 15 ബദാം പരിപ്പെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കാഷ്യൂ പേസ്റ്റ് കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മുരിയിച്ചെടുക്കണം. വഴറ്റുന്ന ചേരുവകളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. അതുവരെയാണ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലൊന്ന് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത് നമുക്കൊന്നുകൂടെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് നാളികേര പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ അരമുറി നാളികേരത്തിൽ നിന്നും 1 കപ്പ് 2ാം പാലും 1/2 കപ്പ് 1ാം പാലുമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. 1/2 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 കപ്പ് 2ാം പാല് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ 2 തവണകളായിട്ട് വേണം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ടും. ഒറ്റടിക്ക് തന്നെ നാളികേരപ്പാല് ചേർത്ത് കൊടുക്കാതെ 2 തവണകളായിട്ട് ഇളക്കി കൊടുത്ത് വേണം നമുക്കിതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ടും. ഇനി നമ്മുടെ കറിയിലേക്ക് ഒരു ചെറിയ പുളിപ്പൊക്കെ കിട്ടുന്നതിനായിട്ട് 1/2 മുറി നാരങ്ങാ നീര് കൂടെ ചേർത്ത് കൊടുക്കണം. നാരങ്ങാ നീരിന് പകരമായിട്ട് 1 ടീസ്പൂൺ വിനാഗിരിയും ചേർക്കാവുന്നതാണ്. നാളികേരപ്പാലൊക്കെ എടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാല് വേണം എടുക്കാനായിട്ടും. അപ്പോഴാണ് കേട്ടോ നമ്മുടെ കറികൾക്ക് നല്ല സ്വാദം കിട്ടുന്നത്. നാളികേരപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നാളികേരപ്പാൽ തിളച്ചു തുടങ്ങുമ്പോഴേക്കും ഒന്ന് പിരിഞ്ഞു പോവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ നാളികേരപ്പാല് ഇവിടെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ പാല് അധിക നേരം ഒന്നും തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. തേങ്ങാപ്പാലിലേക്ക് മീൻ മുങ്ങിക്കിടക്കാൻ ആവശ്യമായ പാല് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മീനിന്റെ അളവിനനുസരിച്ച് എടുക്കുന്ന ചേരുവകളുടെ എണ്ണവും കൂട്ടേണ്ടതാണ്. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ നാളികേരപ്പാല് നല്ല പോലെ തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആവോലിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഗ്രേവിയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. മീൻ ഗ്രേവിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിന്റെ മേലെയായിട്ടും കുറച്ച് ഗ്രേവി കോരി ഒഴിച്ചു കൊടുക്കണം. നേരത്തെ തന്നെ മീൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൊണ്ട് അധികമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. മീനിന്റെ എല്ലാ ഭാഗത്തേക്കും ചാറൊന്ന് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ 1 മിനിറ്റും കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും മൂടി തുറന്നിട്ട് നമുക്കിതിലേക്ക് 1ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 കപ്പ് അളവില് നല്ല കട്ടിയായിട്ടുള്ള നാളികേരപ്പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതും. നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മുടെ കറി തിളപ്പിച്ചെടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ആവോലി ഫിഷ് മോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയുടെ ഒരു ഗാർണിഷിങ്ങിനായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങൾ ചേർക്കാം. ക്യാപ്സിക്കം നിങ്ങൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഇതിന്റെ മേലെയായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മീൻ വറുത്തെടുത്തപ്പോൾ ബാക്കി വന്ന ആ ഒരു എണ്ണ കൂടിയാണ് ഇതിന്റെ മേലെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി വെച്ച് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള ആവോലി ഫിഷ് മോൾ ഇവിടെ റെഡിയാണ്. വളരെ സ്വാദിഷ്ടമായ ഈ ഒരു കറി എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതുമാണ്. ഞാനിന്നിവിടെ എടുത്തിട്ടില്ല ആവോലി മീൻ കൊണ്ട് മാത്രമല്ല, ദശക്കട്ടിയുള്ള ഏതു മീൻ വെച്ചിട്ടും ഇതുപോലൊരു കറി തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പോലെ ഫിഷ് ഫ്രൈ ചെയ്യാതെയും ഈ ഒരു രീതിയിൽ തന്നെ കറി തയ്യാറാക്കി എടുക്കാനും സാധിക്കും. നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പാർട്ടികളിലേക്ക് വിളമ്പാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ കണ്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.